പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കുളവൻമുക്കുള്ള ശ്രീ കാളിമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല ഇന്ന്, അതായത് 2026 ഏപ്രിൽ മാസം 18-ാം തീയതി നടക്കും. 20-ലധികം ദേശങ്ങളും അതുപോലെ തന്നെ 25-ലധികം ആനകളും പങ്കെടുക്കുന്ന ഈ ഒരു വിഷുവേലയ്ക്ക് ഗംഭീരമായ 2 വെടിക്കെട്ടുകളാണ് നടക്കുന്നത്. ഇതിൽ ആദ്യത്തെ വെടിക്കെട്ട് കുറച്ച് ചെറു ദേശങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇവിടെ വെടിക്കെട്ട് സജ്ജീകരിക്കുന്നത് മുണ്ടത്തിക്കോട് സതീശൻ ആൻഡ് ടീമാണ്. അത്യാവശ്യം ഗംഭീരമായ ഒരു വെടിക്കെട്ട് ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലത്ത് തന്നെ ഇവർ എത്തിയിട്ട് വെടിക്കെട്ട് ഒരുക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. വെടിക്കെട്ട് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ വൈകുന്നേരം 8:30-ക്കും 9 മണിക്ക് ഇടയ്ക്കുള്ള ഒരു സമയത്തായിരിക്കും ഈ ഒരു ആദ്യ വെടിക്കെട്ട് നടക്കുക. ഇനി രണ്ടാമതായി നടക്കുന്ന വെടിക്കെട്ട് തെക്കേ ദേശത്തിൻ്റെയാണ്. തെക്കേ ദേശത്തിന് വേണ്ടി വെടിക്കെട്ട് ഒരുക്കുന്നത് വളരെ പ്രശസ്തനായ ജെൻസൺ വാരാപ്പുഴയാണ്. അപ്പോൾ വളരെ ഗംഭീരമായൊരു വെടിക്കെട്ട് ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ വന്നെടുത്ത വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ ഒരുക്കങ്ങളൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. അവസാന വെടിക്കെട്ട് ഒരുക്കങ്ങൾ നമ്മൾ ഇതിൻ്റെ പുറകെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഗംഭീരമായ ഒരു വിഷുവേലയാണ് ഇവിടെ നടക്കുന്നത്. ഒത്തിരി ദേശങ്ങൾ, ഒരുപാട് ആനകളുമായിട്ട് നമുക്ക് കണ്ണിനെ കുളിർമയാകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വെടിക്കെട്ടും അതുപോലെ തന്നെ ഗംഭീരമായിരിക്കും. എന്തായാലും ഒരു 10 മണി ആ ഒരു സമയമാകും രണ്ടാമത്തെ വെടിക്കെട്ട് നടക്കുമ്പോൾ. പാലക്കാട് ജില്ലയിൽ നിരവധി വിഷുവേലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗംഭീരമായ ഉത്സവങ്ങളാണ് നടക്കുന്നത്. ഒരു ദിവസം തന്നെ ഒത്തിരി ഉത്സവങ്ങളുള്ളത് തന്നെ പല ഉത്സവങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും ഉള്ളത് നല്ല വെടിക്കെട്ടുള്ള ഉത്സവങ്ങൾ നോക്കിയിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ വെടിക്കെട്ട് നടക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കാളിമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല. അപ്പോൾ എല്ലാവരെയും ഈ ഒരു വിഷുവേലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് ഗംഭീര വെടിക്കെട്ടുള്ള ഉത്സവങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ JSI എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെയും ബൈ.